പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുവാൻ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നവരാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലായിരിക്കുന്ന നമ്മൾ ആത്മാവിൽ കോർത്തിണക്കപ്പെട്ട് ദൈവകരുണയ്ക്കായിട്ട് നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും ലോകം മുഴുവൻ്റെ മേലും ആ കരുണ വർഷിക്കപ്പെടുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന സമയം. നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ എല്ലാ അവസ്ഥകളും ആവശ്യങ്ങളും ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമുക്കായി ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാം. ജീവിക്കുന്ന ദൈവമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ ദൈവത്തെ വിളിച്ചാൽ അവിടുന്ന് ആ വിളി കേൾക്കും. ഈ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകും. ആ ബോധ്യത്തോടെ നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് സ്വതന്ത്രമായിട്ട് അല്പസമയം കർത്താവിനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവേ, അങ്ങ് ചെയ്ത നന്മകൾക്കെല്ലാം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. കർത്താവേ, ഈ സമയം അങ്ങയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേലും അവിടുത്തെ കരുണ വർഷിക്കണമേ, അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ലോകം മുഴുവനെ കർത്താവിൻ്റെ കരുണയ്ക്കായി സമർപ്പിക്കാം. കാൽവരി മലയിൽ കർത്താവ് നടത്തിയ യാഗാർപ്പണം, അതിലൂടെ അവിടുത്തെ കരുണയും സ്നേഹവും രക്ഷയും ദൈവം നമുക്ക് ലഭ്യമാക്കി. ആ കരുണ, അതിൻ്റെ പ്രവാഹം നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ ഉണ്ടാകുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. പുസ്തകസ്ഥാനങ്ങളിരുന്ന് വചന വെളിച്ചത്തിൽ അല്പസമയം ദൈവകരുണയെക്കുറിച്ച് ധ്യാനിക്കാം. ആ കരുണയ്ക്ക് വേണ്ടി വിളിച്ചപേക്ഷിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ നമുക്ക് ആത്മീയമായിട്ട് ഒരുങ്ങുകയും ചെയ്യാം. ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 2 സങ്കീർത്തന ഭാഗം എടുക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒന്നാമത്തെ സങ്കീർത്തനം 27-ന്റെ 14-ാമത്തെ വചനമാണ്. സങ്കീർത്തനം 27-ന്റെ 14-ാമത്തെ വചനം. കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ, അവിടുത്തെ കരുണ നിങ്ങളുടെ മേൽ ചൊരിയപ്പെടും. ദൈവകരുണ ലഭിക്കുവാൻ ഈ കരുണയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണെന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുക. മറ്റൊരു സങ്കീർത്തനം 123 123-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് കരുണ ലഭിക്കുവോളം ഞാൻ എൻ്റെ കർത്താവിനെ നോക്കിയിരിക്കും. നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കും. എൻ്റെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കും. കരുണ കിട്ടുവോളം, ഇത്ര മണിക്കൂറെന്നോ ഇത്ര ദിവസമെന്നോ ഒന്നും പറയില്ല. ചിലർ വേണമെങ്കിൽ ചില നൊവേനയിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഇത്ര ആഴ്ച അല്ലെ ഇത്ര ദിവസം എന്നൊക്കെ ചിലപ്പോൾ അവർ ഒരു നമ്പരൊക്കെ വെക്കും. ഇവിടെ നമ്മൾ കാണുകയാണ്, സങ്കീർത്തനം പറയുന്നത്, എൻ്റെ കർത്താവിൻ്റെ കരുണ എനിക്ക് ലഭിക്കുവോളം ആ കർത്താവിനെ ഞാൻ നോക്കിയിരിക്കും. ഇങ്ങനെയുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മൾ തയ്യാറാകുന്നെങ്കിൽ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേൽ ഒഴുകി വരും എന്നുള്ളത് നമുക്ക് ഹൃദയത്തിൽ ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഏതാനും ചില വചനഭാഗങ്ങളിലൂടെ കടന്നു പോകാം. കാത്തിരിപ്പും പ്രാർത്ഥനയും നടത്തിയ വ്യക്തികളെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നത് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 1 രാജാക്കന്മാർ 19-ാം അധ്യായം. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിലാണ് ഏലിയായ്ക്ക് ദൈവം ഒരു നിർദ്ദേശം കൊടുത്തു. നീ അപ്പം ഭക്ഷിക്കണം, ഈ വെള്ളം കുടിക്കണം. വാടി തളർന്നു കിടന്ന് അവനെ അത് കുടിപ്പിച്ചു, കഴിപ്പിച്ചു. വീണ്ടും അവൻ തളർന്നു പോകുന്നത് കണ്ടിട്ട് അവനോട് പറഞ്ഞു, പോരാ,
ഇനിയും നീ ഈ അപ്പം ഭക്ഷിക്കണം, ഈ വെള്ളം കുടിക്കണം, നിനക്കിത് ആവശ്യമാണ്. അതല്ലെങ്കിൽ നിന്റെ യാത്ര ദുഷ്കരമായിരിക്കും. പറയുകൊണ്ട് അവന് നിർബന്ധപൂർവ്വം അത് കഴിപ്പിച്ച് കുടിപ്പിക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും. 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന് വേണ്ടി ഗുഹാമുഖത്ത് കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഏലിയ പ്രവാചകനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദൈവം അവിടെ വന്നു. ദൈവം അവനോട് ചോദിച്ചു, ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അവൻ വിളിച്ചു പറഞ്ഞൊരു കാര്യം, സൈന്യങ്ങളുടെ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ശരിക്കും ഇതാണ് പ്രാർത്ഥന. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഏത് അവസ്ഥയിലും ഏത് ആവശ്യത്തിലും കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന അനുഭവം നമുക്കുണ്ടാകും. സൈന്യങ്ങളുടെ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ഐ എം ബേണിംഗ് വിത്ത് സീൽ ഫോർ മൈ ഗാഡ്. അങ്ങനെയാണ് അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ പ്രാർത്ഥനയുള്ള വ്യക്തികൾക്ക് ശരീരത്തിനൊരു ചെറിയ ക്ഷീണം വരുമ്പോഴേ ഉറങ്ങിപ്പോകുന്ന അവസ്ഥയോ പലവിചാരം വരുന്ന അവസ്ഥയോ ഒന്നും ഉണ്ടാകത്തില്ല. കാരണം അവൻ്റെ ഹൃദയം കർത്താവിന് വേണ്ടി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച ഏലിയായ്ക്ക് ദൈവത്തെ കാണാൻ പറ്റി. അതുപോലെ തന്നെ അവൻ്റെ ജീവിതയാത്രയ്ക്ക് ആവശ്യമായതെല്ലാം ദൈവം നൽകി അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു മനോഭാവത്തോടെ വിശുദ്ധ ബലിയർപ്പിച്ച് കുർബാന സ്വീകരിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മുടെ ശരീരത്തിന് അതിൻ്റേതായിട്ടുള്ള ഉന്മേഷമുണ്ടാവും, മനസ്സിന് അതിൻ്റേതായിട്ടുള്ള ആരോഗ്യമുണ്ടാവും, നമ്മുടെ ആത്മാവിന് അതിൻ്റേതായിട്ടുള്ള പുതുജീവൻ ഉണ്ടാവും. അതാണ് 1 കൊരിന്തോസ് 11-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യം. ഇതുപോലെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ, ആത്മീയ ഭക്ഷണമെടുത്ത് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കളായി നമ്മൾ ഓരോരുത്തരും എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. മറ്റൊരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. ലൂക്ക 2:36 മുതൽ വായിക്കുമ്പോൾ അന്ന പ്രവാചികയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ശിമയോൻ, അന്ന, ഈ 2 പേരെക്കുറിച്ചും ഈ ലൂക്ക 2-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണുകയാണ്, അന്ന വിധവയായിരുന്നു. കല്യാണം കഴിച്ച ഏതാനും വർഷങ്ങളെ ഭർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഭർത്താവ് മരിച്ചു, വിധവയായി. ആലയം വിടാതെ ദേവാലയത്തിൽ കാത്തിരിപ്പും പ്രാർത്ഥനയുമായിട്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തിയായിട്ട് ഈ അന്നായെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ അതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചത് ഈ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അവൾക്ക് യേശുവിനെ കാണാൻ പറ്റി. ബാലനായ ഉണ്ണി യേശുവിനെ അവൾക്ക് കാണാൻ സാധിച്ചു. അങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നത് നമുക്ക് വായിക്കാൻ പറ്റും. പ്രിയപ്പെട്ടവർ, നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവത്തെ കാണും. നമുക്കറിയാമല്ലോ, ഒത്തിരി പ്രവാചകന്മാർ, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം പ്രാപിച്ച വ്യക്തികളെക്കുറിച്ച് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. അവരെല്ലാം കാത്തിരിപ്പിൻ്റെ ഫലമായിട്ട് ആ അവസ്ഥയിലേക്ക് ഉയർന്നവരാണ്. ദീർഘമണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ തയ്യാറായി. അവിടെ ദൈവം അവർക്കായി പ്രവർത്തിച്ചു. മറ്റുള്ളവർക്ക് കിട്ടാത്ത വെളിപ്പെടുത്തലുകൾ അവർക്ക് ലഭിച്ചു. കാരണം അവരിരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായി. ഇന്ന് നമ്മുടെയൊക്കെ പ്രശ്നം, നമുക്കൊരല്പസമയം പോലും ഒന്നിരുന്ന് ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാനുള്ള മനസ്സില്ല, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം വരുന്നില്ല, അത് സാധ്യമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവിക വെളിപ്പെടുത്തലുകൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല. നമ്മൾ ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കുന്നോ, എത്രമാത്രം പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകുന്നോ, അതനുസരിച്ചാണ് ദൈവം നമ്മോട് സംസാരിക്കുകയും ദൈവം നമ്മെ പല കാര്യങ്ങളും പഠിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 16-17 വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ ഒരു കാര്യം അവിടെ നമ്മൾ കാണുന്നുണ്ട്. പത്രോസിനെ യേശു ഭാഗ്യവാൻ എന്ന് വിളിക്കുന്ന രംഗം. പത്രോസ്, നീ ഭാഗ്യവാൻ. ഭാഗ്യവാനെന്ന് അവനെ വിളിക്കാൻ കാരണം അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. മാംസരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്, മറിച്ച് എൻ്റെ പിതാവാണ്, സ്വർഗസ്ഥനായ പിതാവ്. പിതാവിൽ നിന്നും നിനക്ക് വെളിപ്പെടുത്തൽ ലഭിച്ചത് കൊണ്ട് നീ ഭാഗ്യവാൻ. പറയുകൊണ്ട് ഈ ഭാഗ്യം നമുക്ക് ലഭിക്കാവുന്നതേ ഉള്ളൂ. അതിന് നമുക്ക് ഒരുപാട് വിദ്യാഭ്യാസമൊന്നും വേണമെന്നില്ല. CNIയിലെ വിശുദ്ധ ക്യാതറിൻ ഒരേ വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന വ്യക്തിയല്ല, സ്കൂള് കണ്ടിട്ടില്ലാത്ത വ്യക്തി. പക്ഷെ നമ്മൾ കാണുകയാണ്, അവൾക്ക് ദൈവം അവളെ പഠിപ്പിച്ചു.
യേശു അവളെ നേരിട്ട് പഠിപ്പിച്ചു. അങ്ങനെ ഒരു പണ്ഡിതയായി മാറാനായിട്ട് ഈ വിശുദ്ധയ്ക്ക് സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇരുന്ന് പ്രാർത്ഥിക്കാൻ, ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിന് സമയം കണ്ടെത്താനൊക്കെ പറ്റുന്നവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാധ്യമാകും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. മൂന്നാമതൊരു സംഭവം ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. അതാണ് ലൂക്ക 19 കടന്നു പോകുമ്പോൾ നമ്മൾ കാണുക. ഒരു പൊക്കം കുറവായിരുന്ന വ്യക്തി, ജനക്കൂട്ടത്തിൽ നിന്ന് യേശുവിനെ കാണാൻ പറ്റാതിരുന്ന ഒരു വ്യക്തി, അവനല്പം കഷ്ടപ്പെടാൻ തയ്യാറായി. മുമ്പേ ഓടി, യേശു വരാനിരിക്കുന്ന വഴി കണ്ടെത്തിയിട്ട് മുമ്പേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറി യേശുവിന് വേണ്ടി കാത്തിരിക്കുന്ന രംഗം പ്രാർത്ഥനയിൽ സംഭവിക്കേണ്ടത് ഇതാണ്. ഈ മനോഭാവത്തിൽ നമ്മൾ യേശുവിന് വേണ്ടി കാത്തിരുന്നാൽ നമ്മൾ കണ്ടെത്തും ഇവനെടുത്ത ത്യാഗം, ഇവൻ പ്രകടമാക്കിയ ദൈവത്തോടുള്ള സ്നേഹം. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ കാത്തിരിപ്പും പ്രാർത്ഥനയും ദൈവകരുണയിലേക്ക് നമ്മളെ നയിക്കും, ദൈവസ്നേഹ അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കും എന്നുള്ളത് നമുക്ക് ഹൃദയത്തിൽ ഉറപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. വീണ്ടും നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരായി മാറണമെങ്കിൽ, ബലിയർപ്പിക്കുന്നവരായി മാറണമെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് ഹെബ്രായ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 10-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വചനം. അവിടെ 2-3 കാര്യങ്ങൾ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നീ പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? പ്രാർത്ഥന അനുഭവമാകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ കാര്യങ്ങൾ നീ ഉറപ്പാക്കണം. എന്ന് പറഞ്ഞാൽ ഈ മേഖലയിലൊക്കെ നമ്മൾ തിരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തിരുത്തണം, ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ ഏറ്റെടുക്കണം. അപ്പോൾ നിന്റെ കാത്തിരിപ്പും പ്രാർത്ഥനയും അർത്ഥവത്താകും, അത് ഫലമണിയും. ഒന്നാമത്തെ കാര്യമാണ് സത്യഹൃദയം. ജീവിതത്തിൽ സത്യസന്ധത, അതിന് നമ്മൾ വില കൽപ്പിക്കണം. മരിക്കേണ്ടി വന്നാൽ പോലും സത്യം വെടിയരുതെന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് വിരുദ്ധമായിട്ടുള്ള സംസാരങ്ങൾ, പെരുമാറ്റങ്ങൾ, വ്യാപാരങ്ങൾ, ഇതെല്ലാം ദൈവവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് സത്യസന്ധമായൊരു ഹൃദയമുണ്ടാകണം. ആ ഹൃദയത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ആ ഹൃദയത്തോടെ നമ്മൾ ബലി അർപ്പിക്കുമ്പോൾ, ആ ഹൃദയത്തോടെ നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെയെല്ലാം അതിൻ്റേതായിട്ടുള്ള ഫലങ്ങളുണ്ടാകും. ഇതിന് പകരം വേണേ നമുക്ക് പുറമേ നല്ലവരായിട്ട് നടിക്കാം, യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലാതിരിക്കാം. നല്ല മധുരമുള്ള വാക്കുകൾ നമുക്ക് പറയാം, പക്ഷേ പ്രവൃത്തിയിൽ അത് കാണിക്കാതിരിക്കാം. അങ്ങനെയുള്ളിടത്തൊന്നും ദൈവം പ്രസാദിക്കുകയോ നമ്മളെ അനുഗ്രഹിക്കുകയോ ചെയ്തെന്ന് വരില്ല. സത്യഹൃദയം കാണുന്നിടത്ത് ദൈവം അത്ഭുതകരമായി ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യമാണ് ശുദ്ധ മനസാക്ഷി. മനസാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തുന്നതാകരുത്. മനസാക്ഷി ശുദ്ധമാണെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ദൈവവുമായിട്ട് നമ്മളെ ബന്ധപ്പെടുത്തുന്ന ആ അനുഭവം നമുക്കുണ്ടാവും. പലപ്പോഴും പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴാണ് നമ്മുടെ മനസാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തുന്നത്, മനസ്സ് അസ്വസ്ഥമാകുന്നത്. അത് വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യമാണ് ശരീരം നിർമ്മലമായിരിക്കണം. പാപരഹിതമായൊരു ശരീരം നമുക്ക് വേണം. അങ്ങനെയുള്ള ശരീരത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന നിഷ്പ്രയാസം സ്വർഗത്തിലെത്തും. നമുക്ക് ഈ 3 മേഖലയിൽ, നമ്മുടെ ശരീരത്തിൽ, മനസ്സിൽ, ഹൃദയത്തിലെല്ലാം വരേണ്ട മാറ്റം വരുവാനും നടക്കേണ്ട വിശുദ്ധീകരണം നടക്കാനും ആഗ്രഹിച്ചുകൊണ്ട് അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ദൈവ കരുണയുടെ സമൃദ്ധി നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും ഒഴുകി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്താം. നമ്മുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവരും നാം പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ലോകം മുഴുവനെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെ അവിടുന്ന് ഇപ്പോൾ ഏറ്റെടുത്ത് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും